ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പാഠം 13. അപ്പോൾ താഴെ കൊടുത്ത ഉദാഹരണം ഏകവചനം ബഹുവചനാക്കണം. ഉദാഹരണത്തിൽ കാണിച്ച പോലെ ആദ്യം ഒരു ഉദാഹരണം കാണിച്ചിട്ടുണ്ട്, ബാക്കിയുള്ളത് നമ്മൾ ഇൻഷാ അല്ലാഹ് ചെയ്യണം. അപ്പോൾ ഉദാഹരണം നോക്കാം. മിസാൽ എന്ന് പറഞ്ഞാൽ ഉദാഹരണം. മൻ ഹാദർ റജുലു, ഈ പുരുഷൻ ആരാണ്? ഹുവ ഹാജുൻ, അദ്ദേഹം ഹാജിയാണ്. അപ്പോൾ അണ്ടർലൈൻ ചെയ്തതിനാൽ ബഹുവചനാക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹുവയും ബഹുവചനാക്കണം. അപ്പോൾ അതേപോലെ ഹാദയും ബഹുവചനാക്കേണ്ടി വരും. ബാറക്കല്ലാഹു ഫീക്കും. റജുലാണ് അണ്ടർലൈൻ ചെയ്തത്, അപ്പോൾ അതിനെ ബഹുവചനാക്കുമ്പം അതുമായി ബന്ധപ്പെട്ട എല്ലാം ബഹുവചനം ആക്കണം. ഓക്കെ. അപ്പം മൻ ഹാദർ റജുലു, അതിനെങ്ങനെ ബഹുവചനാക്കാം? മൻ ഹാ ഉലായി റിജാലു. ഹാദൻ്റെ ബഹുവചനം ഹാ ഉലായി, റജുലിൻ്റെ ബഹുവചനം റിജാൽ. അപ്പം മൻ ഹാ ഉലായി റിജാലു. ഹുവ ഹാജുൻ, അതെങ്ങനെ ബഹുവചനാക്കാം? ഹും ഹുജ്ജാജുൻ, ഹും ഹുജ്ജാജുൻ. ഹുവ ഹാജുൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഹാജിയാണ്. ഹും ഹുജ്ജാജുൻ എന്ന് പറഞ്ഞാൽ അവർ ഹാജിമാരാണ്. അപ്പോൾ ആ റജുലുമായി ബന്ധപ്പെട്ട എല്ലാം നമ്മൾ അൽഹംദുലില്ലാഹ് ബഹുവചനാക്കി. ഹാദൻ്റെ ബഹുവചനം ഹാവുലായിയാണ്, റജുലിൻ്റെ ബഹുവചനം റിജാലാണ്, ഹുവൻ്റെ ബഹുവചനം ഹുമ്മാണ്, ഹാജുൻ്റെ ബഹുവചനം ഹുജ്ജാജുനാണ്. ഈ ബഹുവചനങ്ങൾ നമ്മൾ പഠിച്ചതാണ്. അടുത്തത് മിൻ ഐന ഹാദ ത്വാലിബു, ഈ വിദ്യാർത്ഥി എവിടെ നിന്നാണ്? ഹുവ മിനൽ ഹിന്ദി, അദ്ദേഹം ഇന്ത്യയിൽ നിന്നാണ്. അപ്പം എങ്ങനെ ബഹുവചനാക്കാം? മിൻ ഐന ഹാ ഉലായി തുല്ലാബു, ഈ വിദ്യാർത്ഥികൾ എവിടെ നിന്നാണ്? ഹുവ മിനൽ ഹിന്ദി എങ്ങനെയാക്കാം? ഹും മിനൽ ഹിന്ദി, അവർ ഇന്ത്യയിൽ നിന്നാണ്. ഓക്കെ. അടുത്തത് ഐന താജിറുൽ കബീറു ഹുവ ഫിസ്സൂഖി, വലിയ കച്ചവടക്കാരൻ എവിടെ? അദ്ദേഹം സൂക്കിലാണ്. എങ്ങനെ ബഹുവചനാക്കാം? ഐന തുജാറുൽ കിബാറു ഹും ഫിസ്സൂഖി, വലിയ കച്ചവടക്കാർ എവിടെ? അവർ സൂക്കിലാണ്. അടുത്തത് അപ്പോൾ താജറിൻ്റെ ബഹുവചനം തുജാർ, കബീറിൻ്റെ ബഹുവചനം കിബാർ, ഹുവൻ്റെ നമുക്കറിയാം ഹും. അടുത്തത് ഐനൽ മുദർരിസുൽ ജദീദു, പുതിയ അധ്യാപകൻ എവിടെ? ഹുവ ഇന്ദൽ മുദീരി, അദ്ദേഹം മാനേജറിൻ്റെ അടുത്താണ്. അപ്പോൾ എല്ലാം ബഹുവചനാക്കണം. ഐനൽ മുദർരിസൂനൽ ജുദുദു ഹും ഇന്ദൽ മുദീരി, എവിടെയാണ് പുതിയ അധ്യാപകന്മാർ? അവർ മുദീറിൻ്റെ അടുത്താണ്, മാനേജറിൻ്റെ അടുത്താണ്, അല്ലെങ്കിൽ ഹെഡ് മാസ്റ്ററിൻ്റെ അടുത്താണ്. മുദർരിസിൻ്റെ മുദർരിസൂന, ജദീദിൻ്റെ ജുദുദ്, ഹുവൻ്റെ ഹും. അടുത്തത് ഐന ത്വാലിബുൽ ജദീദു, പുതിയ വിദ്യാർത്ഥി എവിടെ? ഹുവ ഫിൽ ഫസ്ലി, അദ്ദേഹം അല്ലെങ്കിൽ അവൻ ക്ലാസ് റൂമിലാണോ? അപ്പം എങ്ങനെ ബഹുവചനാക്കാം? ഐന തുല്ലാബുൽ ജുദുദു അഹും ഫിൽ ഫസ്ലി, പുതിയ വിദ്യാർത്ഥികൾ എവിടെ? അവർ ക്ലാസ് റൂമിലാണോ? അഹാദ ത്വാലിബു ഗനിയുൻ, ഈ വിദ്യാർത്ഥി പണക്കാരനാണോ? ല, അല്ല, ഹുവ ഫക്കീറുൻ, അവൻ ദരിദ്രനാണ്. അങ്ങനെ ബഹുവചനാക്കാം? അഹാ ഉലായി തുല്ലാബു അഗ്നിയാഉ, ഈ വിദ്യാർത്ഥികൾ പണക്കാരാണോ? ഗനിയുൻ്റെ നമ്മൾ പഠിച്ചതാണ് അഗ്നിയാഉ. ഹും ഫുഖറാഉ, അവർ ല, അവർ ധനികരല്ല. ല എന്ന് പറഞ്ഞാൽ അവർ ധനികരല്ല, അല്ല എന്ന് പറയാം.
ഹുവ ഫക്കീറുൻ എങ്ങനെ ബഹുവചനാക്കുക? ഹും ഫുക്കറാ ഉ. ഫക്കീറിൻ്റെ ബഹുവചനം ഫുക്കറാ ഉ. ഈ ബഹുവചനങ്ങൾ നമ്മൾ മനപ്പാടാക്കിയേ പറ്റുള്ളൂ. ബാറക്കല്ലാഹു ഫീക്കും. മൻ ഹാദർ റജുലു, ഈ പുരുഷൻ ആരാണ്? ഹുവ ലൈഫുൻ, അദ്ദേഹം അതിഥിയാണ്. അപ്പം മൻ ഹാ ഉലാ ഇർ റിജാലു, ഈ പുരുഷന്മാരാരാണ്? ഹും ലുയൂഫുൻ, അവർ അതിഥികളാണ്. ലൈഫുൻ്റെത് ലുയൂഫുൻ. ലീ അഹുൻ കബീറുൻ, എനിക്കൊരു വലിയ സഹോദരനുണ്ട്. ഹുവ ത്വാലിബുൻ ബിൽ ജാമിയത്തി, അദ്ദേഹം യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥിയാണ്. അപ്പം എങ്ങനെ പറയാം? ലീ ഇഖ്വത്തുൻ കിബാറുൻ, എനിക്ക് വലിയ സഹോദരന്മാരുണ്ട്. ഹും തുല്ലാബുൻ ബിൽ ജാമിയത്തി, അവർ യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥികളാണ്. ഓക്കെ. അപ്പോൾ അഹുൻ്റെ ബഹുവചനം ഇഖ്വത്തുൻ, കബീറിൻ്റെ കിബാറുൻ, ത്വാലിബിൻ്റെ തുല്ലാബുൻ. ഐന സദീഖുക, നിൻ്റെ സ്നേഹിതനെവിടെ? ദഹബ ഇലൽ മക്തബി, അദ്ദേഹം ഓഫീസിലേക്ക് പോയി. അതിൻ്റെ ബഹുവചനാക്കുക ഐന അസ്തികാ ഉക, നിൻ്റെ സ്നേഹിതന്മാർ എവിടെ? സദീഖിൻ്റെ ബഹുവചനം അസ്തികാ ഉ. അപ്പോൾ സഹബ എന്താവും? സഹബൂ, അവർ പോയി. ഇലൽ മക്തബി, ഓഫീസിലേക്ക്. ഇവിടെ ജുംല ഫീലിയും ബഹുവചനാക്കണം, കാരണം സ്നേഹിതന്മാരാണ് പോയത്. സ്നേഹിതൻ എന്ന് പറയുമ്പോൾ സഹബ, അവൻ പോയി. സ്നേഹിതന്മാർ എന്ന് പറയുമ്പോൾ സഹബൂ, അവർ പോയി. മുഹമ്മദുൻ ലഹു ബിനു സഗീറുൻ ഹുവ ത്വാലിബുൻ ഫിൽ മദ്രസത്തി, മുഹമ്മദ് അവനുണ്ട് ഒരു ചെറിയ സഹോദരൻ, ചെറിയ മകൻ. ഇബ്നെന്ന് പറഞ്ഞാൽ മകൻ, ചെറിയ മകൻ. അപ്പോൾ മുഹമ്മദുൻ ലഹു അബ്നാഉ സിഗാറുൻ, ചെറിയ മക്കളുണ്ട്, ആൺകുട്ടികളുണ്ട്. ഇബ്നുൻ്റെത് അബ്നാഉ, സഗീറുൻ്റെത് സിഗാറുൻ. അപ്പോൾ അബ്നാഉ സിഗാറുൻ. ഹും തുല്ലാബുൻ ഫിൽ മദ്രസത്തി, അവർ മദ്രസയിൽ വിദ്യാർത്ഥികളാണ്. അടുത്തത് അസമീലുക മുസ്തഹിദുൻ, നിൻ്റെ സഹപാഠി കഠിനാധ്വാനം ചെയ്യുന്നവനാണോ? പരിശ്രമിക്കുന്നവനാണോ? നാം, അതെ. ഹുവ മുസ്തഹിദുൻ, അദ്ദേഹം കഠിനാധ്വാനം ചെയ്യുന്നവനാണ്. അപ്പം എങ്ങനെ ബഹുവചനാക്ക? ജമീലിൻ്റെ ജുമലാ ഉ. അപ്പോൾ ആ ജുമലാ ഉക മുസ്തഹിദൂന, നിൻ്റെ സഹപാഠികൾ പരിശ്രമിക്കുന്നവരാണോ? കഠിനാധ്വാനം ചെയ്യുന്നവരാണോ? നാം, അതെ. ഹും മുസ്തഹിദൂന, അവർ കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ ബഹുവചനങ്ങളും പിന്നെ മനപ്പാടാക്കി പഠിച്ചാലേ ഇത് ശരിയാവുള്ളൂ. ഇനി ഈ രീതിയിലുള്ള അടുത്ത ഉദാഹരണം, അടുത്ത എക്സസൈസ്, അത് ലമീർ മുത്തസ്സിൽ ചേർത്തിയിട്ടും, അതായത് ലമീർ മുത്തസ്സിൽ എന്ന ലമീറിലെ ലമീർ മുത്തസ്സിൽ ചേർത്തിയിട്ടും പിന്നെ ഇസ്മ ചേർത്തിയാലും എങ്ങനെയാണ് നമ്മൾ മുലാഫിൽ എഴുതുക എന്നാണ് അടുത്ത എക്സസൈസ് പഠിപ്പിക്കുന്നത്. ഏതുപോലത്തെ ബഹുവചനങ്ങൾ? അബ്നാ ഉ, അസ്മാ ഉ, ജുമലാ ഉ, അസ്തികാ ഉ പോലത്തെ അവസാനത്തെ അക്ഷരങ്ങൾ, രണ്ടക്ഷരങ്ങൾ നോക്കിയാൽ അലിഫും ഹംസയും. അവസാനത്തെ അക്ഷരങ്ങൾ അലിഫും ഹംസയിലും അവസാനിക്കുന്ന ബഹുവചനങ്ങൾ, അതിൻ്റെ കൂടെ അതിനെ മുലാഫിലയാക്കുമ്പം നമുക്കറിയാം, മുലാഫിലയാക്കുമ്പോൾ ഇസ്മ വരാം, ലമീർ മുത്തസ്സിൽ വരാം. അപ്പോൾ എങ്ങനെയാണ് എഴുതുക എന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പം നോക്കൂ, ആദ്യത്തെ ഉദാഹരണം നോക്കൂ. മിസാൽ, ആദ്യത്തെ ഉദാഹരണം അബ്നാ ഉൻ. ഓക്കെ. അപ്പോൾ അബ്നാ ഉ മുഹമ്മദിൻ, മുഹമ്മദിൻ്റെ കുട്ടികൾ. അപ്പോൾ അബ്നാ ഉ എങ്ങനെ എഴുതിയ? അതിൻ്റെ തൻവീന് പോവും, അല്ലേ? മുലാഫിന് തൻവീന് പോവും, നമുക്കറിയാം.
അലിഫ്ലാം ഉണ്ടാവില്ല. അപ്പോൾ അബ്നാ ഉ മുഹമ്മദിൻ, മുഹമ്മദിൻ്റെ മക്കൾ. ഇനി ലമീർ മുത്തസിൽ ചേർത്തിയപ്പോൾ എന്ത് സംഭവിച്ചു നോക്കൂ. ലമീർ മുത്തസിൽ ചേർത്തിയപ്പം ആ ഹംസക്ക് എന്ത് സംഭവിച്ചു? വാൻ്റെ മുകളിലാണ് ഹംസ എഴുതിയത്. വാൻ്റെ മുകളിലാണ് ഹംസ എഴുതിയത്. അബ്നാ ഉഹു. ലമീർ മുത്തസിൽ ഹു ചേർത്തിയപ്പം വാൻ്റെ മുകളിലാണ് ഹംസ എഴുതിയത്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ വാ ഇല്ല. ശ്രദ്ധിച്ചോ? അബ്നാ ഉ മുഹമ്മദിൻ. അപ്പം അതാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അവസാനത്തെ അക്ഷരം അലിഫും ഹംസയുമായാൽ ബഹുവചനം, അതിൻ്റെ കൂടെ ലമീർ മുത്തസിൽ ചേർക്കുമ്പം എന്ത് സംഭവിക്കും? വാൻ്റെ മുകളിൽ ഹംസ ഇടും. ലമീർ മുത്തസിലല്ല ഇസ്മാണെങ്കിലോ വാൻ്റെ മുകളിൽ ഹംസ ഇടൂല. അപ്പം അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഈ എക്സസൈസിൽ ബാറക്കല്ലാഹു ഫീക്കും പഠിപ്പിക്കുന്നത്. അപ്പോൾ അടുത്തത് നോക്കൂ. അസ്മാ ഉൻ. ഇസ്മിൻ്റെ ബഹുവചനാണ് അസ്മാ ഉൻ. ഇസ്മ എന്ന് പറഞ്ഞ പേര്, അസ്മാ എന്ന് പറഞ്ഞ പേരുകൾ. അപ്പോൾ അസ്മാ ഉത്തുല്ലാബി, വിദ്യാർത്ഥികളുടെ പേരുകൾ. അപ്പോൾ അസ്മാഉ ശരിക്ക് നമ്മൾ വാ ഇടാണ്ട് തന്നെ എഴുതാം. അസ്മാ ഉത്തുല്ലാബി, വിദ്യാർത്ഥികളുടെ പേരുകൾ. ഇനി ലമീർ മുത്തസിൽ വന്നാലോ? അസ്മാ ഉഹും, അവരുടെ പേരുകൾ. അപ്പോൾ വാൻ്റെ മുകളിൽ ഹംസ ഇട്ടിട്ടാണ് എഴുതാം. വാൻ്റെ മുകളിൽ ഹംസ ഇട്ടിട്ടാണ് എഴുതാം. അസ്മാ ഉഹും, ലമീർ മുത്തസിൽ ഹും വന്നു അല്ലേ? അബ്നാ ഉഹൂൽ ലമീർ മുത്തസിൽ ഹു വന്നു. അസ്മാ ഉഹുമിൽ ലമീർ മുത്തസിൽ ഹും വന്നു. നമുക്കറിയാം ഇതെല്ലാം മുലാഫിലിയാണ്. അവരുടെ പേരുകൾ, അവൻ്റെ മക്കൾ. ഇൻ്റെ ഉടേ എന്ന് പറഞ്ഞാൽ മുലാഫിലിയാണ്. വിദ്യാർത്ഥികളുടെ പേരുകൾ, മുഹമ്മദിൻ്റെ ആൺകുട്ടികൾ. ഇതെല്ലാം മുലാഫിലിയാണ് ഇങ്ങനെ ആവുക. ഇനി അടുത്ത ഉദാഹരണം നോക്കൂ. ജുമലാ ഉ. അപ്പോൾ ജുമലാ ഉ ഹാമിദിൻ, ഹാമിദിൻ്റെ സഹപാഠികൾ. ഇനി ലമീർ മുത്തസിൽ ആഡ് ചെയ്താൽ എങ്ങനെയാവുക? ഉദാഹരണം നോക്കൂ. ജുമലാ ഉക, നിൻ്റെ സഹപാഠികൾ. അപ്പോൾ വാൻ്റെ മുകളിൽ ഹംസ ഇടണം. വാൻ്റെ മുകളിൽ ഹംസ ഇടണം. ജുമലാ ഉക. ഇനി അവസാനത്തെ നോക്കൂ. സദീഖിൻ്റെ ബഹുവചനാണ് അസ്തികാ ഉ. അപ്പോൾ ജുമലാ ഉലും അവസാനം അലിഫും ഹംസയുമാണ്. അതുകൊണ്ടാണ് ലമീർ മുത്തസിൽ കാ അതിനോട് ചേർത്തപ്പം വാൻ്റെ മുകളിൽ ഹംസ ഇട്ട് എഴുതിയത്. അപ്പോൾ ജുമലാ ഉക. ഇനി അവസാനത്തെ നോക്കൂ. അസ്തികാ ഉ, അതും അലിഫും ഹംസയുമാണ് അവസാനത്തെ അക്ഷരങ്ങൾ. അപ്പോൾ അസ്തികാ ഉൽ മുദർരിസി, അധ്യാപകൻ്റെ സ്നേഹിതന്മാർ. ഇനി ലമീർ മുത്തസിൽ ഹു ചേർക്കുമ്പോഴോ അസ്തികാ ഉഹു, വാൻ്റെ മുകളിൽ ഹംസ ഇട്ട് എഴുതാൻ ശ്രദ്ധിക്കണം. എഴുതുമ്പം, പറയുമ്പം വ്യത്യാസമില്ല. അസ്തികാ ഉൽ മുദർരിസി, അസ്തികാ ഉഹു എന്ന് പറഞ്ഞാൽ രണ്ടും ഉച്ചാരണം ഒന്ന് തന്നെ. പക്ഷെ എഴുതുമ്പം ലമീർ മുത്തസിൽ ചേർക്കുമ്പം വാൻ്റെ മുകളിൽ ഹംസ ഇടണം. അപ്പോൾ അസ്തികാ ഉഹു, അവൻ്റെ സ്നേഹിതന്മാർ. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക.